ഹലോ, നല്ല നമസ്കാരം. തിയേറ്ററിൽ റിലീസ് സമയത്ത് വലിയ ചർച്ചയായ, എന്നാൽ ഇപ്പോൾ മനോരമ മാക്സിൽ റിലീസ് ചെയ്ത സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൻ രീതിയിൽ കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ വെറൈറ്റി ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. സ്പാ. സംവിധാനം നമ്മുടെ സ്വന്തം എബ്രൈഡ് ഷൈൻ. ഇത് തിയേറ്ററിൽ മിസ്സായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ OTTയിൽ കണ്ടത്. തുടക്കത്തിലേ പറയട്ടെ, ഇതൊരു 18+ അഡൽട്ട് സോഷ്യൽ സറ്റയർ കോമഡിയാണ്. അതുകൊണ്ട് തന്നെ ലിവിംഗ് റൂമിലിട്ട് ഫാമിലിയോടൊപ്പം കാണാൻ പ്ലാൻ ചെയ്യരുത്. എങ്കിൽ നിങ്ങളുടെ അടിയന്തരമായിരിക്കും. പിന്നെ ഒന്നുകിൽ ഇത് ഹെഡ്ഫോൺ വെച്ച് ഒറ്റയ്ക്ക് കാണുക, അല്ലെങ്കിൽ വൈഫിനോടൊപ്പം അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം കൂടെ ഇരുന്ന് കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്ക് സ്പാ തോന്നിയിട്ടുള്ളത്. എന്താണ് ഈ സിനിമയുടെ കഥ? നഗരത്തിലെ ഒരു സ്പാ സെൻറ്റർ, അവിടെ എത്തുന്ന കുറച്ച് മനുഷ്യർ, അവരുടെ സാഹചര്യങ്ങൾ, സെക്ഷൽ ഫാൻറ്റസികൾ, ഇതിനൊക്കെ ഒരേ സമയം കളിയാക്കിക്കൊണ്ട് സമൂഹത്തിലെ കപട സദാചാരബോധത്തെയും ഇരട്ടത്താപ്പുകളെയും തുറന്നു കാട്ടുകയാണ് സിനിമ. ഈ ചിത്രത്തിലെ ആദ്യം തന്നെ നമ്മൾ കൈയടിക്കേണ്ടത് സംവിധായകൻ എബ്രൈഡ് ഷൈനെയാണ്. സാധാരണ ഒരു അഡൽട്ട് സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചില ചിന്തകളുണ്ട്. എന്നാൽ ഇവിടെ ഒരൊറ്റ സ്ത്രീയുടെ നഗ്നതയും കാണിക്കാതെ, സ്ത്രീ ശരീരത്തെ ഒരു ഉപഭോഗ വസ്തുവായി ചിത്രീകരിക്കാതെ, തികച്ചും ബോൾഡും ബ്രൗവുമായിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വൈകാരികമായിട്ടുള്ള ഏറ്റവും പെർഫോമൻസ് നോക്കുമ്പോൾ സർപ്രൈസ് എന്താണെന്ന് അറിയാമോ? ഇതിൽ അല്പനഗ്നരായി വരുന്നത് എല്ലാം നമ്മുടെ മലയാളത്തിലെ ആണുങ്ങളാണ്. കുറച്ച് നടന്മാർ അവരുടെ ഇമേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിഗംഭീരമായിട്ട് റോളുകളാണ് അവർ ധൈര്യത്തോടുകൂടി ചെയ്തിരിക്കുന്നത്. ദിനേശ് പ്രഭാകരൻ, ശ്രീകാന്ത് മുരളി, പ്രശാന്ത് അലക്സാണ്ടർ, വിനീത് തട്ടത്തിൽ, സിദ്ധാർത്ഥൻ, ഇവരാണ് ആ ധൈര്യശാലികൾ. കുറിച്ചു വച്ചോ മക്കളെ, ഇവർ വേറെ ലെവലാണ്, ട്രെൻഡിങ് ആണ്. മലയാള സിനിമയിൽ തന്നെ മാസ്റ്റർ പീസ് ഐറ്റമാണ് പ്രത്യേകിച്ച് ശ്രീകാന്ത് മുരളിയുടെ പ്രകടനം. ഒരാൾ വേദന കൊണ്ട് പുടയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചിരി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ സ്പാ ജീവനക്കാരായി എത്തിയിട്ടുള്ള ശ്രുതി മേനോൻ, രാധിക രാധാകൃഷ്ണൻ, ശ്രീജ ദാസ്, അങ്ങനെ കുറേ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു സിനിമയ്ക്ക് കൃത്യമായ ഗ്രാഫോ ഘടനയോ വേണമെന്നില്ല എന്ന് കാണിച്ചു തന്ന ചലച്ചിത്രം കൂടിയാണ്. സിനിമയിൽ സിദ്ധാർത്ഥ ഭരതൻ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരനെ കൊണ്ട് തന്നെ സംവിധായകൻ പറയിപ്പിക്കുന്നുണ്ട്, ഇത് സമൂഹത്തെ ഉദ്ധരിക്കാൻ ഉണ്ടാക്കിയ സിനിമയാണെന്നും നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പൊളിക്കുമെന്ന്. സിനിമ തുടങ്ങിയ ആദ്യത്തെ ഒരു അഡൽട്ട് സീൻ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ അയ്യേ മനോഭാവം മാറി നമ്മൾ ഫുൾ ചിരിയായി മാറുന്നു. അതാണ് ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത്, ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ജോണർ മാറ്റി സിനിമയുടെ എൻഡ് ചെയ്ത ഒരു ചെറിയ ഇത് എനിക്ക് കല്ലുകടിയായിട്ട് തോന്നി. അത് ഒഴിവാക്കുമായിരുന്നു. എങ്കിലും സമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പുകളെ തുറന്നു കാട്ടുന്ന, ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മസ്റ്റ് വാച്ച് പരീക്ഷണ ചിത്രമാണ് സ്പാ. തിയേറ്ററിൽ ഫാമിലി ഓഡിയൻസ് കുറവായിരിക്കുമെന്ന ബോധ്യം അണിയറ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നതും അത് സിനിമയിൽ തന്നെയുള്ള ഒരു ഡയലോഗിലൂടെ സംവിധാനം പറയുന്നുമുണ്ട്. പക്ഷേ അവർ പറയുന്നത് എത്ര കൃത്യമാണെന്ന് തിയേറ്ററിനേക്കാൾ OTT റിലീസിന് ശേഷം ഈ സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്പോൺസ്, അത് ശരിക്കും വേറെ ലെവൽ തന്നെയാണ്. സോ നാട്ടിൽ എന്തൊക്കെ ക്രൈം നടക്കുന്നു, എന്നിട്ടും മനുഷ്യൻ സുഖിക്കുന്നത് ഒരു വലിയ ക്രൈമായി കണ്ട് സ്പാ പൂട്ടിക്കാൻ നടക്കുന്ന സദാചാരവാദികൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടിയാണ് ഈ സിനിമ. ഓപ്പൺ മൈൻഡോടുകൂടി ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ തന്നെ OTTയിൽ സ്ട്രീം ചെയ്യാവുന്നതാണ്.